നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഗായകൻ ജയചന്ദ്രന്റെ ഭൗതിക ശരീരം കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും മന്ത്രി കെ രാജനടക്കം ആയിരങ്ങളെത്തി. തെക്കുംകര പഞ്ചായത്ത് സംരംഭക വർഷം പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവ് CM ജോർജ് അനുസ്മരണം മഹാത്മാ സ്ക്വയറിൽ നടന്നു. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിനെ കൊടികയറി. ജനുവരി 11, 12 തീയതികളിലാണ് തിരുനാൾ. വിശദമായ വാർത്തകളിലേക്ക്. ഗായകൻ ജയചന്ദ്രന് തൃശൂർ പൗരാവലിയുടെ ആദരം. സംഗീത നാടക അക്കാദമിയിൽ ആയിരങ്ങളെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മലയാളത്തിന്റെ പ്രിയ ഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇന്നലെ രാത്രി 7:54 മരണം സ്ഥിരീകരിച്ചത്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 1 വർഷത്തിൽ അധികമായി അമല ആശുപത്രിയിൽ പലപ്പോഴായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. മലയാളികളുടെ ഭാവഗായകൻ P. ജയചന്ദ്രന്റെ മൃതദേഹം ഇന്ന് രാവിലെ 9:30 പൂങ്കുന്നത്ത് ചക്കാമുക്ക് തോട്ടേക്കാട് ലൈൻ തറവാട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. 12 മണി മുതൽ സംഗീത അക്കാദമിയുടെ റീജിയണൽ തിയേറ്റർ ഹാളിൽ പൊതുദർശനം നടത്തി. വെള്ളിയാഴ്ച 9 മണി മുതൽ ചേതമംഗലം പാലിയം തറവാട്ടിൽ പൊതുദർശനം. വൈകിട്ട് 3 മണിക്ക് പാലിയം തറവാട് ശ്മശാനത്തിലാണ് സംസ്കാരം. തൃപ്പൂണിത്തുറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേതമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും 3ാമത്തെ മകനായി 1944 മാർച്ച് 3 എറണാകുളത്താണ് ജയചന്ദ്രൻ ജനിച്ചത്. പിന്നീടാണ് ഇരിഞ്ഞാലക്കുട പാലിയത്തേക്ക് താമസം മാറിയത്. ചേതമംഗലത്തെ പാലിയം സ്കൂൾ, ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ, ഇരിഞ്ഞാലക്കുട നാഷണൽ ഹൈസ്കൂൾ, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജയചന്ദ്രന് മൃദംഗത്തിൽ 1ാം സ്ഥാനവും ലളിതഗാനത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചു. ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസ് ആയിരുന്നു 1ാമത്. മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായിരുന്നു ജയചന്ദ്രൻ പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്രഗാനം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി P. ജയചന്ദ്രൻ 16,000-ലേറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1 തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണയും നേടിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാ മണി ബഹുമതി 4 വട്ടം, തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചു. ഭാര്യ ലളിത, മക്കൾ ലക്ഷ്മി, ദിനനാഥൻ. 6 പതിറ്റാണ്ടോളം പല തലമുറകൾക്ക് ഒരുപോലെ ആനന്ദമേകിയ ഹൃദ്യമായ സ്വരം ജനമനസ്സുകളിൽ എന്നും സാന്ത്വനമായി തുടരുമെന്ന് P. ജയചന്ദ്രന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പറഞ്ഞു. മലയാളത്തിന്റെ പ്രിയ ഭാവഗായകൻ P. ജയചന്ദ്രന്റെ വിയോഗത്തിൽ വേദന പങ്കുവച്ചു മന്ത്രി കെ രാജൻ. കാലദേശാതിർത്തികൾ ലംഘിക്കുന്ന ഗാനസബരിക്കാണ് വിരപമായിരിക്കുന്നതെന്നും ഒരു കാലഘട്ടം മുഴുവൻ മലയാളിയുടെയും ദക്ഷിണേന്ത്യക്കാരന്റെയും ഇന്ത്യയിൽ ആകെയുള്ള ജനങ്ങളുടെയും ഹൃദയത്തിലേക്ക് കുടിയേറിയ ഗായകനാണ് P. ജയചന്ദ്രനെന്നും മന്ത്രി അനുസ്മരിച്ചു. ഭാവദീപ്തിയുടെ സ്വരമാധുര്യം നിലച്ചെന്ന് ഗായകൻ P. ജയചന്ദ്രനെ അനുസ്മരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലയാളികൾക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്ന അപൂർവ ശബ്ദങ്ങളിലൊന്നാണെന്നും കാലഭേദമില്ലാതെ തലമുറകൾ ഏറ്റെടുത്ത ശബ്ദമാണ് P. ജയചന്ദ്രന്റേതെന്നും VD സതീശൻ അനുസ്മരിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില ഗൃഹാതുരത്വം കൂടി ഉള്ളതുകൊണ്ട് അവിടെ കൂടി കൊണ്ടുപോകണം എന്നൊരാഗ്രഹം വെച്ചിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂർക്കാർക്ക് നാളെ രാവിലെ വരെ ജേട്ടനെ അന്ത്യദർശനത്തിന് അവസാനമായി കാണുന്നതിന് അവസരമുണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ ആ വിധത്തിലുള്ള വീടുകളിലെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട ചില ആഗ്രഹങ്ങൾ ആ വിധത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ആലോചിക്കുന്നത്. സത്യത്തിൽ കേരളത്തിന്റെ ഗാനരംഗത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫലം അവസാനിക്കുകയാണ്.
മലയാളത്തിന്റെ ഗായകൻ എന്ന നിലയിൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി മലയാളത്തിൽ മാത്രമല്ല 6 ഭാഷകളിൽ പാടുകയും അത് അതിഗംഭീരമായി മലയാളിയുടെയും ലോകത്തിന്റെയും മുമ്പിൽ എത്തിക്കുകയും ചെയ്തൊരു ഭാവഗായകന് കേരള യാത്ര പറയുമ്പോൾ ഒരു തലമുറ പ്രത്യേകമായ ഒരു ഘട്ടം അവസാനിക്കുകയാണ്. മലയാളത്തിലെ സംഗീതത്തിന് എല്ലാവർക്കും പാടാൻ കഴിയുന്ന ലാളിത്യമായ ശൈലി കൊണ്ട് വേറിട്ട് നിൽക്കുന്ന നിരവധി ഗാനങ്ങളുടെ ഉടമയായിരുന്നു പി ജയചന്ദ്രന്റെ, തൃശ്ശൂർക്കാരുടെ ജയേട്ടന്റെ സ്വന്തമായിട്ടുള്ള എഴുത്തുകാരും അതിന് ഗാനം പകർന്നവരുമൊക്കെ ലോക ശ്രദ്ധയിലേക്ക് മലയാളത്തെ കൊണ്ടുപോയത്. ഈ ഭാസ്കരന്റെയും വയലാറിന്റെയും ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ ദേവരാജ മാഷിനെയും അർജുന മാഷിനെയും പോലെയുള്ള സംഗീത സംവിധായകരുടെ പ്രത്യേകമായിട്ടുള്ള ശൈലി കൊണ്ട് അവതരണ രംഗത്ത് കൊണ്ടുവന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ജയത്തിലില്ലെങ്കിലും ദീർഘമായൊരു കാലം മലയാളിയുടെ ചുണ്ടുകളിൽ കത്തിക്കളിക്കുന്ന സംഗീതത്തിന്റെ ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് പി ജയചന്ദ്രൻ എന്ന മലയാളിയുടെ സ്വന്തമായ മലയാളിയുടെ അഹങ്കാരമായിട്ടുള്ള ഈ ഭാവഗായകൻ ഇന്ന് വിട പറയുന്നത്. ഇത്രമേൽ വേഗത്തിൽ അദ്ദേഹം മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു യാത്ര പറച്ചിലിന് അവസരം ഉണ്ടാകും അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവസാന കാലത്ത് അദ്ദേഹത്തെ ശാരീരികമായി നേരിട്ട നിരവധി പ്രതിസന്ധികളുടെ നടുവിലും ഇതെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും പാട്ടിന്റെ പാരാഴി മലയാളിക്ക് വേണ്ടി ഒരുക്കും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. മലയാളിയുടെ, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, മലയാളിയുടെ ചുണ്ടുകളിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എപ്പോഴും തത്തിക്കളിക്കുന്ന എത്രയോ ഗാനങ്ങൾ അതിന്റെ ശബ്ദമാധുര്യം കൊണ്ട് ജേട്ടൻ മരിക്കാതെ ലോകമുള്ളിടത്തോളം കാലം മലയാളിയുടെ ദിനചര്യകളിലൂടെ ജീവിച്ചു മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മലയാളത്തിന് ഏറ്റവും ലാളിത്യമാർന്ന ഒരു സംഗീത ശൈലി കൂടി ഗാനാവതരണത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരു ലാളിത്യമാർന്ന സംഗീത ശൈലി കൂടി പി ജയചന്ദ്രൻ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അന്ത്യ കർമ്മങ്ങൾ ഏതാണ്ട് 36 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന വിധം മലയാളിക്കെല്ലാം കാണാനും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഗാനാർച്ചന നടത്താനും ഒക്കെ കഴിയും വിധത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന പ്രോട്ടോകോൾ നൽകിക്കൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും എടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലെയും എറണാകുളത്തെയും ജില്ലാ കളക്ടർമാർക്ക് ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി ആ ചടങ്ങുകൾ കൂടി അവസാനമായിട്ട് നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വിധത്തിലുള്ള ബഹുമതികളോടും കൂടി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാക്കളിൽ ഒരാളായ CM ജോർജ് അനുസ്മരണം മണ്ണുത്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 8:30 മഹാത്മാ സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തി ആചരിച്ചു. മണ്ണുത്തി യൂണിറ്റ് പ്രസിഡന്റ് ബാബു CA ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ സെക്രട്ടറി ശ്രീ ശിഹാബ് KA സ്വാഗതം പറയുകയും ട്രഷറർ മുരളീധരൻ PG നന്ദി പറയുകയും ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗങ്ങളും വ്യാപാരി സുഹൃത്തുക്കളും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി സീനിയർ ചേംബർ ഉദ്ഘാടനം 12 വൈകിട്ട് 7:30 ഡെലീസ റെസിഡൻസിയിൽ വെച്ച് സേവിയർ ചിറ്റിലപ്പള്ളി MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സീനിയർ ചേംബർ പ്രസിഡന്റ് ഹംസ M അലി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, സീനിയർ ചേംബർ ദേശീയ വൈസ് പ്രസിഡന്റ് NI വർഗീസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ വിശിഷ്ടാതിഥികളാകും. സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമുണ്ടായിരുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പൂർവ്വകാല പ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ടാണ് സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ വടക്കാഞ്ചേരി ലീജിയൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. തൃശൂരിലെ സീനിയർ ചേംബറിന്റെ പ്രവർത്തകരാണ് വടക്കാഞ്ചേരിയിൽ സീനിയർ ചേംബറിന്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. കുടുംബ കൂട്ടായ്മകളും ഉത്തരവാദിത്തമുള്ള പൗരന്മാർ എന്ന നിലയിൽ സാമൂഹിക ഉന്നമനത്തിനുള്ള പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം. വാർത്താ സമ്മേളനത്തിൽ ചാർട്ടർ പ്രസിഡന്റ് PN രാജൻ, തൃശൂർ സീനിയർ ചേംബർ പ്രസിഡന്റ് ഹംസ M അലി, ചാർട്ടർ സെക്രട്ടറി PA ജോൺസൺ, പ്രോഗ്രാം ജനറൽ കൺവീനർമാരായ റോയ് ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്റർനാഷണലിന്റെ ഒരു പുതിയ ലീജിയൻ ആരംഭിക്കാൻ പോകുന്നു എന്നതിനോടനുബന്ധിച്ചിട്ടാണ് തൃശൂർ സീനിയർ ചേംബറാണ് വടക്കാഞ്ചേരിയിലെ സീനിയർ ചേംബറിന്റെ ഒരു ലീജിയൻ, ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത്. പൂർവ്വകാലങ്ങളിൽ JCസിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ള പഴയ പൂർവ്വകാല JCസിനാണ് ഇതിൽ ആദ്യം പ്രിഫറൻസ് നൽകി നമ്മൾ മെമ്പേഴ്സ് ആക്കുന്നത്. ആ
കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ഒരു ലീജിയൻ വടക്കാഞ്ചേരിയിൽ വരാൻ പോകുന്നത്. അതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വടക്കാഞ്ചേരിയിൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ചാർട്ടർ പ്രസിഡന്റ് ആയിരുന്ന രാജൻ PN ആണ് ഈ ചാപ്റ്ററിന്റെയും അഥവാ വടക്കാഞ്ചേരി സീനിയർ ചേംബറിന്റെയും ചാർട്ടർ പ്രസിഡന്റ്. സംരംഭക വർഷം 3ന്റെ ഭാഗമായി 2025 ജനുവരി 10 വെള്ളിയാഴ്ച രാവിലെ 10:30 തിക്കുങ്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംരംഭക സഭ ബഹുമാനപ്പെട്ട തിക്കുങ്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ അവരുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട തിക്കുങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TV സുനിൽകുമാർ അവറുകൾ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീ KS കൃപാകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിവിധ സർക്കാർ സംരംഭകത്വ സഹായ പദ്ധതികളെക്കുറിച്ചും സബ്സിഡികളെക്കുറിച്ചും ബഹുമാനപ്പെട്ട വ്യവസായ വികസന ഓഫീസർ ശ്രീമതി സജിത മേനോൻ അവതരിപ്പിച്ചു. SBI ഡെപ്യൂട്ടി മാനേജർ റീജിയണൽ ഓഫീസ് തൃശൂർ ശ്രീ വിജോഷ് KV, ശ്രീമതി ധന്യ K ദാസ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. AR കൃഷ്ണൻകുട്ടി മെമ്പർ ശ്രീ PT മണികണ്ഠൻ, ശ്രീമതി ബീന കുര്യൻ മെമ്പർ ശ്രീ C സുരേഷ്, CDS ചെയർപേഴ്സൺ അജിത സുനിൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് EDE ലക്ഷ്മി KR നന്ദി അറിയിച്ചു. തുടർന്ന് മികച്ച സംരംഭകർക്കുള്ള അവാർഡ് ദാനം, ലോൺ സാങ്ഷൻ ലെറ്റർ കൈമാറ്റം, സംരംഭക പോളിസി നിർമ്മാണത്തിനും പ്രാദേശിക ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനും സംരംഭകരിൽ നിന്നും ഫീഡ്ബാക്കും പ്രശ്ന പരിഹാര നടപടികളും നിർദ്ദേശങ്ങളുടെയും ചർച്ചയും സംരംഭക സഹായ പദ്ധതികളുടെ ബോധവൽക്കരണവും KSIFT രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കും സംഘടിപ്പിച്ചു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് Mediplus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ
കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന്റെ ഭാഗമായി കൂടുതുറക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് പള്ളിയിൽ ഒരുക്കിയ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം സമരിറ്റൻ സുപ്പീരിയർ ജനറൽ സി അൽഫോൺസ നിർവഹിച്ചു. തുടർന്ന് നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോർജ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ച, തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ തുടങ്ങി ചടങ്ങുകളും നടത്തി. ഞായറാഴ്ചയാണ് തിരുനാൾ ആഘോഷം. ചടങ്ങുകൾക്ക് വികാരി ഫാദർ പോളി നീലങ്കാവിൽ, അസിസ്റ്റന്റ് വികാരി ജിതിൻ നെല്ലങ്കര, തിരുനാൾ കമ്മിറ്റി കൺവീനർ നെൻസൺ മാടക്കായി, കൈക്കാരന്മാരായ സണ്ണി പാറശ്ശേരി, ആൻഡോ ചാലിശ്ശേരി, ജോയ് പുളിക്കൻ, ജോണി കൂള, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർമ്മം കഴിഞ്ഞ് ലൈറ്റ് നമ്മൾ വൈകുന്നേരം കാണുമ്പോൾ നന്നാവുക. എന്നിരുന്നാലും നമ്മൾ ഉടനെ തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കും. ആ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമുക്ക് പള്ളിയിലേക്ക് കയറാം. അതുപോലെ തന്നെ വൈകുന്നേരം കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ലൈറ്റ് കാണാനുള്ള സമയമുണ്ട്. അത് നമുക്കപ്പോൾ കാണാം. എല്ലാവരും പള്ളിയിലേക്ക് ദയവായി. കൈക്കാരന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കൊച്ചുമക്കളെ, പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ തിരുനാളിൻ്റെ നിറവിൽ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം ഇവിടെ എല്ലാം ആയിരിക്കുന്നത്. വികാരിയച്ചൻ പറഞ്ഞതുപോലെ ഈ തിരുനാൾ ആഘോഷം ഔദ്യോഗികമായി ദീപം തെളിയിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയുടെ സാന്നിധ്യം ക്ഷണിച്ചുകൊണ്ട് നാം ഇവിടെ ആരംഭിക്കുവാൻ പോകുന്നു. ഇത്തരുണത്തിൽ ഈ സ്നേഹ കൂട്ടായ്മയിൽ ഓരോരുത്തർക്കും ഈ തിരുനാളിൻ്റെ 1000 ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നമുക്കറിയാം, ലോകത്തിൻ്റെ പ്രകാശം യേശു ക്രിസ്തുവാണ്. പാപത്തിൽ ആണ്ടുപോയി മനുഷ്യരെ വീണ്ടെടുക്കുവാൻ തൻ്റെ ഏകസുതനെ അയച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് നമ്മെ പ്രകാശത്തിലേക്ക് നയിച്ചത് ലോകരക്ഷകനായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ഭക്തിയുടെ അതിപ്രസരമാണ് എല്ലായിടത്തും. നൊവേനയ്ക്ക് വരുന്നവർ, ധ്യാനത്തിന് പോകുന്നവർ, കൺവെൻഷന് പോകുന്നവർ, എല്ലാവരും ഇങ്ങനെയുള്ള ഭക്തിയുടെ കാര്യങ്ങൾ കൂടി ഓടിക്കൂടുകയാണ്. അത് ക്രൈസ്തവർ മാത്രമല്ല, എല്ലാ മതങ്ങളിലും ഭക്തിയുടെ അതിപ്രസരങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഭാഗ്യം കൊണ്ട് ഒരു രൂപക്കോട് എടുക്കുന്നുള്ളൂ, 2-3 ആ രൂപക്കോട് തന്നെ പിടിക്കാനായിട്ട് 100 പേരാണ് പിടിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ചില പള്ളികളിലെ രൂപക്കോട് എടുക്കാനായിട്ട് ആളുകളില്ല. എനിക്കവിടെ അതിശയം തോന്നി. നടന്ന് നീങ്ങാനായിട്ട് പറ്റുന്നില്ല. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളാണ് കൂടുതൽ രൂപം പിടിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അവരെ മനസ്സിലെ സെബസ്ത്യാനോസ് പുണ്യവാൻ രോഗങ്ങളിൽ നിന്നൊക്കെ ശാന്തി കൊടുക്കും എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ രൂപക്കൂടിൻ്റെ കാലിൽ തൂങ്ങി നിൽക്കുകയാണ്. അവരടിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതെല്ലാം ഭക്തിയുടെ ഭാഗമായിട്ട് നമ്മളിത് കാണുകയാണ്. സമയത്ത് ഭക്തിയിൽ നിന്ന് ഒരു ആത്മീയതയ്ക്ക് വളരാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് വിലയിരുത്താനുള്ളത്. ഭക്തിയുടെ പ്രശ്നങ്ങൾ ഒത്തിരിയേറെ ഉണ്ടെങ്കിലും ആത്മീയമായി നമ്മൾക്ക് വളരുമ്പോഴാണ് ഒരു നല്ല ക്രൈസ്തവരാകാനായിട്ട് കഴിയുള്ളൂ. ഇല്ലെങ്കിൽ പേരിന് മാത്രമുള്ള ക്രൈസ്തവരായി തീരുകയാണ്. എന്താണ് ഈ ആത്മീയത? അതാണല്ലോ നമ്മൾ ഈ നോവൻ ദിവസങ്ങളിലൊക്കെ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി, നമ്മുടെ കുടുംബം ഒരുങ്ങി, വ്യക്തിപരമായി നമ്മൾക്ക് ഒരുങ്ങി ആത്മീയമായി വളരാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ആത്മീയതയുടെ ഭാഗമാണല്ലോ എല്ലാവർക്കും നീതി നിർവഹിക്കുന്നവരായിത്തീരുക. ആത്മീയതയുള്ളവർക്കാണ് നീതി നിർവഹിക്കുവാനും കഴിയുക. ഇന്ന് നീതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ പറയുന്നത് എനിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടണം, അതാണ് നീതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവകാശങ്ങൾ നേടിയെടുക്കുക, അതാണ് നീതി എന്ന് ചിന്തിക്കുന്ന മനോഭാവം. എന്നാൽ യൗസപിതാവിന് നീതിയാണ് കിലക്ക് മാതൃകയായിട്ടുള്ളത്. അവരെന്നെ കൊടുക്കേണ്ടത് കൊടുക്കാനുള്ള മനോഭാവം. പഴയ നിയമത്തിലുള്ള നീതി ഒപ്പത്തിനൊപ്പം പകരം വീട്ടുക എന്നൊരു നീതിയായിരുന്നു. കണ്ണിൻ്റെ പകരം കണ്ണ്, പല്ലിൻ്റെ പകരം പല്ല് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു.
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അരികിൽ അണയുന്നിതാ ഈശോയെ സ്വീകരിക്കാം. കൈകൂപ്പി നിന്ന് ആദരവോടെ ഈശോയെ സ്വീകരിക്കേ. ആത്മാവിനാനന്ദമേ ഓ സ്നേഹമേ സ്വർഗീയ സൗഭാഗ്യമേ. ഈശോ നീ മാത്രമല്ലോ നാഥ നിൻ സ്നേഹമല്ലോ. ഈശോ നീ മാത്രമല്ലോ നാഥാ നിൻ സ്നേഹമല്ലോ. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനാഘോഷം സംഘടിപ്പിച്ചു. ദിനാഘോഷം അതിരൂപതാ വികാരി ജനറൽ മോർ ജോസ് ഖോനിക്കര ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മദർ സിസ്റ്റർ സെൽസ്റ്റി, ട്രസ്റ്റിമാരായ വി പി സാൻജോ, വിൻസെന്റ് തോമസ്,
VT ജിനോ, VJ ഡേവിസ്, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ PD സേവ്യ, CT ആന്റണി, PP ഡേവിസ്, MD സണ്ണി, AA നിക്സൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. അതിയായ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ 2 വർഷം 23-ലും 24-ലും ഞാൻ എന്റെ മക്കളെ നോക്കുമ്പോ അവര് കൊറോണയിലെ ഫസ്റ്റ് ആണ്. അത് കലാ മത്സരങ്ങളിലാണെങ്കിലേ കലോത്സവത്തിലാണെങ്കിലേ ഇതുപോലെ സംഘടനകളും കൂട്ടായ്മകളും മികച്ച തരത്തിലുള്ള അവരുടെ മുന്നേറ്റം നടത്തുമ്പോൾ വിശ്വാസ പരിശീലനത്തിലെ കഴിഞ്ഞ വർഷം SCC ഫസ്റ്റ് റാങ്ക് മച്ചാട് ഇടവകയിലെ നിയ ഡേവിസ് ആണ്. അപ്പോ അതിൽ നമ്മൾ മികച്ച കൈകളിച്ചുകൊണ്ട് നമുക്ക് ആ സന്തോഷം പങ്കിടാം. അപ്പോൾ വിശ്വാസ പരിശീലന കളരിയിലും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലും വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ചാവക്കാട് ICDS പ്രൊജക്ടിന്റെ പരിധിയിലുള്ള പൊന്നയൂർകുളം പഞ്ചായത്തിലെ അങ്കണവാടി സെന്റർ സെക്ഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടത്തുന്നതിന് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കൊട്ടേഷനുകൾ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ ജനുവരി 22-ന് ഉച്ചയ്ക്ക് 2-ന് മുൻപ് ലഭിക്കണം. ഫോൺ 0487250770 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജനുവരി 13-ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025 ജനുവരി മുതൽ 2026 ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഗുരുവന്ദനം, രക്തദാന ക്യാമ്പുകൾ, സെമിനാറുകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, മുൻകാല അധ്യാപകർ, PTA പ്രസിഡന്റുമാർ തുടങ്ങിയവരെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ MK സുരേഷ്, പ്രിൻസിപ്പാൾ T. രതി, അജിത കുമാരി, MK ജയപ്രകാശ്, ബൈജു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഹാച്ചറിയിലെ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക് പ്രവൃത്തികൾ, നിർമ്മാണ പ്രവൃത്തികൾ എന്നിവ ഏറ്റെടുത്ത് നടത്തുന്നതിന് സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. ഫോൺ 048723612116 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാന സ്കൂൾ കലോത്സവം കൂടിയാട്ടത്തിൽ മുടിക്കോട് സ്വദേശി ഐറിൻ ചെറിയാന് A ഗ്രേഡ് ലഭിച്ചു. സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ കൂടിയാട്ടത്തിലാണ് ഐറിൻ ചെറിയാൻ A ഗ്രേഡ് നേടിയത്. മുടിക്കോട് സ്വദേശിനികളായ ചെറിയാൻ മെറീന ദമ്പതികളുടെ മൂത്ത മകളായ ഐറിൻ തൃശൂർ വിവേകോദയം ബോയ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. സഹോദരൻ ആൽവിൻ ചെറിയാൻ. മഹാത്മാഗാന്ധി ചേർപ്പ് പെരുവനത്ത് എത്തിച്ചേർന്നതിന്റെ 90-ാം വാർഷികം അതിവിപുലമായി ആഘോഷിക്കുന്നു. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനത്തിനോടനുബന്ധിച്ച് 1934 ജനുവരി മാസം 17-ാം തീയതി ചേർപ്പ് പെരുവനത്ത് മഹാത്മജിയുടെ പാദസ്പർശമേറ്റ് പുണ്യഭൂമിയായ പ്രദേശം മഹാത്മാ മൈതാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. മഹാത്മജിയുടെ സന്ദർശനത്തിന്റെ 90-ാം വർഷം ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിപുലമായ പരിപാടികളോടെ ആചരിക്കുന്നു. മഹാത്മാവിന്റെ സ്മരണകളിരമ്പുന്ന ചിത്രപ്രദർശനം, ഗാന്ധി സ്മൃതി ഉണർത്തുന്ന പദയാത്ര, 90 വർഷം പൂർത്തീകരിച്ചതിന്റെ പരിപാവനമായ ഓർമ്മയ്ക്കായി മഹാത്മാ മൈതാനിയിൽ 90 ചിരാതുകൾ തെളിയിക്കുകയും തുടർന്ന് ഗാന്ധി സ്മരണകൾ ഉണർത്തുന്ന മഹനീയ സായം സന്ധ്യയിൽ പുണ്യാത്മാവിന്റെ മഹനീയ പ്രവർത്തനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള മാസ്മരിക പ്രഭാഷണം പ്രശസ്ത വാഗ്മിയും മുൻ MLAയുമായ KNA ഖാദർ നിർവഹിക്കുകയാണ്. ചിരാത് തെളിയിക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രസംഗകലയിലെ മറ്റൊരു വ്യക്തിത്വം KPCC ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട M. ലിജു നിർവഹിക്കുന്നു. മുഖ്യപ്രഭാഷകനായി മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജും പരിപാവനമായ മുഹൂർത്തത്തെ ധന്യമാക്കുകയാണ്. ഈ മഹനീയ മുഹൂർത്തത്തിൽ പങ്കുചേർന്ന് മഹാത്മജി എന്ന പുണ്യാത്മാവിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് നിങ്ങളെ ഏവരെയും സാദരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. മഹാത്മജി ചേർപ്പ് സന്ദർശിച്ച ചിത്രം മാതൃഭൂമി ലേഖകൻ ബിജു ആന്റണിയുടെ ഭാവനയിൽ വിരിഞ്ഞത് അദ്ദേഹം പുണ്യഭൂമിയായ മഹാത്മാ മൈതാനിയിൽ എല്ലാവർക്കും എപ്പോഴും കാണാനാകുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം.
ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വീണ്ടും വാർത്തയിലേക്ക്. എറണാകുളം ജില്ലയിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് കെയർ നഴ്സിന്റെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. BSc നഴ്സിംഗ്, GNM, ANM എന്നിവയിൽ ഏതെങ്കിലും കോഴ്സ് പാസ്സായ പാലിയേറ്റീവ് നഴ്സിംഗ് സർട്ടിഫിക്കറ്റും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 41 വയസ്സ് കവിയാത്ത എറണാകുളം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജനുവരി 14 മുൻപ് രജിസ്റ്റർ ചെയ്യണം. 24,520 രൂപയാണ് ശമ്പളം. ഒല്ലൂർ സെന്റർ വികസനം വ്യാപാരികളെ നിലനിർത്തിക്കൊണ്ടാകണം നടപ്പിലാക്കേണ്ടതെന്നാവശ്യപ്പെട്ട് അവകാശ പോരാട്ടം നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വികസന പ്രവർത്തനങ്ങൾക്ക് ഒല്ലൂരിലെ വ്യാപാരികൾ എതിരല്ലെന്നും കടകളും വീടും നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്കും ഭൂവുടമകൾക്കും ബദൽ സംവിധാനം ഒരുക്കണമെന്നും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ടൗൺഷിപ്പ് ഇല്ലായ്മ ചെയ്ത് വ്യാപാരി സമൂഹത്തെ പൂർണ്ണമായി കുടിയൊഴിപ്പിക്കുന്ന തരത്തിലുള്ള വികസനം കൊണ്ട് എന്തു നേടുമെന്നും റോഡ് ബ്ലോക്ക് തീർക്കുവാൻ ചിലവ് കുറഞ്ഞ നിരവധി മാർഗങ്ങളുള്ളപ്പോൾ അത് ശ്രമിക്കാതെ വ്യാപാരി സമൂഹത്തെ തുടച്ചു നീക്കുവാനുള്ള പ്രവണത നല്ലതല്ലെന്നും വ്യാപാരികൾക്ക് മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും നൽകിയ ശേഷം ആവണം റോഡ് വികസനം നടപ്പിലാക്കേണ്ടതെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഒല്ലൂരിലെ വ്യാപാരികളെ ഇല്ലായ്മ ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് ജനുവരി 14 വൈകിട്ട് 5 മണിക്ക് കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സുനീഷ് ജോൺസൺ, റാഫി വടക്കേത്തല, ജോഷി KB തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീയുടെ ഇരിഞ്ഞാലക്കുട, ചാവക്കാട്, വടക്കാഞ്ചേരി ബ്ലോക്കുകളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന മൈക്രോ എന്റർപ്രൈസ് റിസോഴ്സ് സെന്ററുകളിലേക്ക് 1 വർഷത്തേക്ക് അക്കൗണ്ടന്റിനെ നിയമിക്കുന്നു. MCOM, ടാലി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയാണ് യോഗ്യത. അക്കൗണ്ടിംഗിൽ 1 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള 23നും 35നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കും മുൻഗണന ഉണ്ടായിരിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ജനുവരി 17 വൈകിട്ട് 5 മുൻപായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, 2ാം നില, കളക്ടർ, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കണം. ഫോൺ 0487 23625117 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗായകൻ ജയചന്ദ്രന്റെ ഭൗതിക ശരീരം കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും മന്ത്രി കെ രാജനടക്കം ആയിരങ്ങളെത്തി. തെക്കുംകര പഞ്ചായത്ത് സംരംഭക വർഷം പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവ് CM ജോർജ് അനുസ്മരണം മഹാത്മാ സ്ക്വയറിൽ നടന്നു. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിനെ കൊടികയറി. ജനുവരി 11, 12 തീയതികളിലാണ് തിരുനാൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.